ഹേ ഗൈസ്, ഓണത്തിന് മെയിൻ പരിപാടി എന്ന് വെച്ചാൽ നമ്മളെ സദ്യ കഴിക്കലാണല്ലേ. അപ്പൊ ചെറിയൊരു ഉച്ചക്കലത്തെ ഒരു വീഡിയോ ആണ് ഞാൻ എടുത്തു വെച്ചേക്കുന്നത്. നമ്മൾ ഫാമിലി എല്ലാവരും ചേർന്നിട്ട് തറവാട്ടിൽ ഇരുന്നിട്ടാണ് ഫുഡൊക്കെ എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരും ഫസ്റ്റ് പിള്ളേരുകളെല്ലാവരും ഇരുന്നു. ഞാൻ പിന്നെ കുറച്ച് നേരം വൈകാരണം മേമന്മാരുടെ എല്ലാവരും കൂടി ഇരുന്നിരുന്നത്. അങ്ങനെ ഇപ്രാവശ്യത്തെ ഓണത്തിന് ഇലയിൽ അത്യാവശ്യം നല്ല കറികളൊക്കെ ആയിട്ടാണ് നമ്മൾ സെറ്റാക്കി വെക്കുന്നത്. അപ്പം എന്തായാലും നല്ല ടേസ്റ്റുള്ള സദ്യ തന്നെയായിരുന്നു. പിന്നെ മെയിൻ ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സദ്യ കഴിഞ്ഞ് കഴിഞ്ഞാൽ പായസമാണല്ലോ. പായസമാണെങ്കിൽ 2 എണ്ണം ഉണ്ടായിരുന്നു. ഗോതമ്പിന്റെ പായസം ഉണ്ടായിരുന്നു, അതുപോലെ ഈ പാലട പായസം ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് പാലട കഴിഞ്ഞിട്ടുള്ളൂല വേറെ ഏത് പായസമാണെങ്കിലും. അങ്ങനെ ഞാൻ ഒരു പപ്പടം വെച്ചിട്ടാണ് ഞാൻ അതിനെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഉമ്മ ഗ്ലാസ്സിൽ കുടിക്കുന്നതിനെക്കാട്ടി ഏറ്റവും ടേസ്റ്റ് ആ ഒരു കഴിച്ച കറീന്റെ മേലെ കൂടെ ആ പായസം കൂടി വരുമ്പോ ആഹാ എന്താ ഒരു ടേസ്റ്റ്. ഒരു സദ്യ കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒന്ന് ഫ്ലാറ്റ് ആവല്ല. അങ്ങനെ കുറച്ച് നമ്മൾ റെസ്റ്റ് എടുത്തതിന് ശേഷം ബാക്കിയുള്ളത് നമ്മൾ ഫുള്ള് ഗെയിംസ് തന്നെയായിരുന്നു. അപ്പൊ അതിന്റെ വീഡിയോ കൂടി ഞാൻ ജസ്റ്റ് ഇതിലൊന്ന് ആഡ് ചെയ്യുന്നുണ്ട്. സകൃതകൃതമായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. വെള്ളം തൊട്ടാൽ അപകടം. വെള്ളം വെള്ളം കിടക്കുന്നു. എല്ലാരും മറക്കണം. ഞാൻ ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ തിരിഞ്ഞിട്ട് അപ്പൊ ഇങ്ങനെ വിശപ്പെട്ട് ഞാൻ തിരിഞ്ഞു. ഞങ്ങളുടെ ബുദ്ധി അമ്മേ കണ്ണീർ തീയം തുള്ളും ചടുല നടനമോട് ചുടല നടുവിരി പടഹമിടയുമാറ്. സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മിടുക്കിയായിരുന്നു. പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. എടേ ഇത് നമുക്കിന്ന് പോണ്ടേ? യൂ എന്റെ ഒരു കൈ എവിടെയാണ്? ഇത് വളരെ സിമ്പിൾ ആണ്. പാടാ, നിനക്കിത് സിമ്പിള്, നമുക്കിത് മതിലാടാ. എവിടെ പോവാൻ? എന്നെ പൊക്കടാ. ഒരു ദിവസം ഞാൻ പൊക്കും. എന്നെ നടത്തടാ. പണിക്ക് പോണേ. എന്നെ കൊണ്ട് ഇരുത്തടാ. ഓടിച്ചു മുടക്കാൻ ഇരുത്തും. ആദ്യം ഇടത്തോട്ടൊന്ന് വളച്ച് പിന്നെ വലത്തോട്ടൊന്ന് വളച്ച് തുറക്ക ശേഷം ഇതെന്നാട്ടോ മയിലാട്ടോ പത്രിക, പുലിയാട്ടോ പത്രിക, ഇതെന്നാട്ടോ? ഇത് മാർഗം കളി. മാർഗം കളിയാ? ഒരു മാർഗം ഇല്ലാണ്ടാവുമ്പോ ഒരു കളി കളിക്കൂലേ, മാർഗം കളി. ദാസപ്പോ എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്നും നോക്കിക്കേ. ചേട്ടാ ചേട്ടാ കാട്ടോർമ്മ ചേട്ടാ, മനുഷ്യനെ കാലെടുത്ത് കുത്താൻ നിവൃത്തിയില്ലാത്ത വിധത്തിലാണല്ലോ ഈ സ്വാമി ഇവിടെ ഗ്രില്ല് വരച്ചു വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ മനുഷ്യൻ നടക്കണ്ടേ? വേണ്ട, ചവിട്ടണ്ട. ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ് KK ജോസ്. ഇതൊക്കെ എന്ത് നുമ്മ കാണിച്ചാ നോക്കോ. ഈശ്വരൻ ജന്മം മാറാൻ നിമിഷം. ഞങ്ങൾ ആരംഭിക്കുന്നു, നിങ്ങൾ അനുഭവിച്ചാലും. അപ്പൊ ഇങ്ങനെ വിശപ്പെട്ട് ഞാൻ തിരിഞ്ഞു പോവാ. നേരെ വിളിച്ചു കഴിഞ്ഞാൽ ജൂന ഫിറ്റായ കൊണ്ട് തന്നെ മാറിക്കട്ടെ. ജയലക്ഷ്മി താഴണ്ടടി, ജയലക്ഷ്മി പൊന്ത്.
അതെ എടുത്തെടുത്തെടുത്താക്കി നമ്മളെ നല്ലോണം പേപ്പറാണ് ഇവിടെ. ഇനി എവിടെന്ന് വെച്ചാ നീങ്ങിട്ട് വേണമെങ്കിൽ കുത്തിക്കോ. ഇടത്തേക്ക് നീക്കണെങ്കിൽ നീങ്ങാം, വലത്തേക്ക് നീക്കണ നീക്കാം. കുത്തിക്കോ. അയ്യോ കുത്ത് 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 കുത്ത്. അവിടെ വേണ്ടത് കുത്തി പേരെഴുതിക്കോ. കണ്ണി കുത്തിയ പോലെ തോന്നുന്നു. കൊച്ചിന് വേണ്ടി തന്നെ കുത്തി കൊടുത്തത് സ്വന്തം കവിളിലാണ്. ശരി, എനിക്കൊരു കാക്കപ്പുള്ളി ഉണ്ടായിരുന്നു, നിങ്ങൾ വരച്ചില്ല. അതാ പക്ഷേ അയ്യോ അഭിനയം കണ്ടറിയോ? നേരെ വന്ന് ഒരു പ്രാവശ്യം ഒന്ന് പേപ്പർ അറിഞ്ഞോ? ഓക്കെ. കുത്തിക്കോ. അല്ല ഇതുമാര് പറഞ്ഞ വിശ്വസിക്കരുത്. 1, 2, 3